ഹരി ഓം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ജ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധികാരികൾ ഭേദം കൊണ്ടു ദോഷവും ഗുണം വിധിക്കുന്നിതു രണ്ടായി വേദങ്ങളിത്തമതിൽ. ശുദ്ധിയും അശുദ്ധിയും ഗുണവും ദോഷം ശുഭം ശുദ്ധമല്ലാതോരശുഭമതുമാചാരവും ഭേദമായി വിധിച്ചതിൻ സാരം ചൊല്ലുവൻ കേൾക്ക. വേദിച്ചീടിതു ദ്വൈത സന്ദേഹം തീരും ഹൃദി. എത്രയും സമാനമായിരിക്കും വസ്തുക്കളിൽ ശുദ്ധിയെന്നതുകൊണ്ടിട്ട ശുദ്ധി വിധിക്കുന്നു. സമത്വം ശുദ്ധിഭേദമാകുന്നതശുദ്ധിയും സമത്വമായാലേതും അശുദ്ധിയില്ലയല്ലോ. ബ്രഹ്മമുണ്ടില്ലെന്നതും ബ്രഹ്മത്തിൻ ലക്ഷണവും തന്മനം തന്നിൽ സന്ദേഹിപ്പതു ഗുണദോഷം. ബ്രഹ്മസന്ദേഹം തീർന്നാൽ ഗുണദോഷവുമില്ല. ജാതിധർമ്മവും അതിനടുത്ത കർമ്മങ്ങളും ചേതസി അറിഞ്ഞു ചെയ്തേറ്റവും ഭക്തിമാനായി നിൽപ്പതു ശുഭമിത്തമില്ലാത്തതശുഭവും കൽപ്പിതമിതുകൊണ്ടു. ജാത്യഭിമാന കർമ്മം ഇല്ലെന്നാൽ ശുഭാശുഭം രണ്ടുമില്ലാതവരും ചൊല്ലുവനിനി ആചാരങ്ങളെ വിധിച്ചതും. ജാതിധർമ്മത്തെ കൈക്കൊണ്ടിടുക നിമിത്തമായി പാതകം തീർന്നു ശുദ്ധ നിർമ്മലമറിവാനും. ആചാരങ്ങളെ വിധിച്ചിടുന്നതറിഞ്ഞാലും ആചരിച്ചീല ജാതിധർമാഭിമാനം പാരം. എന്നിരിക്കിലോ പിന്നെ ആചാരമതുമില്ല എന്നിവയെല്ലാം സാക്ഷി വസ്തുവനുദ്ദേശത്താലായതുകൊണ്ടു ധർമ്മകർമാചാരങ്ങളിവ ചേതസി പാർത്താൽ ബ്രഹ്മജ്ഞാനമാർഗങ്ങളല്ലോ. ബ്രഹ്മത്തെ വേദിച്ചിട്ടു ചെയ്താലും ചെയ്തതല്ലെന്നുണ്മകളെല്ലാം മുമ്പേ പറഞ്ഞു തന്നേനല്ലോ. ബ്രഹ്മാവാദികളായ സ്ഥാവര ജംഗമങ്ങൾ ഖണ്ഡസംയുതമായ ദേഹാദി സമസ്തവും പഞ്ചഭൂതങ്ങളുടെ ധാതുക്കൾ തന്നെയല്ലോ. കിഞ്ചന പോലും പഞ്ചഭൂതമല്ലാതെയില്ല. സമമായിരിക്കുന്ന സർവഭൂതാത്മാക്കളെ നാമരൂപങ്ങളായി വേറായി ചൊല്ലും വേദം. ഏകമായിരിക്കുന്ന തങ്ങൾ തൻ സ്വാർത്ഥം തന്നെ ഏകമായി സിദ്ധിപ്പാനായി ഭേദമായി കൽപ്പിക്കുന്നു. നാനാത്വം കണ്ടറിയും താനേകസ്വാർത്ഥമാകും. നാനാത്വമില്ലാതാകിലേകത്വമറിയുമോ. ദേശകാലാദിഭാവമാകും വസ്തുക്കളുടെ ഗുണദോഷങ്ങളെല്ലാം വിധിക്കുന്നതു പാർത്താൽ കർമ്മങ്ങൾക്കായും നിയമങ്ങൾക്കായിക്കൊണ്ടും നിർമ്മലമല്ലാതെയാം ദേഹാദിയില്ലെന്നാകിൽ. ഗുണദോഷങ്ങളെല്ലാം വിധിക്കുന്നതു പാർത്താൽ കർമ്മങ്ങൾക്കായും നിയമങ്ങൾക്കങ്ങായിക്കൊണ്ടും നിർമ്മലമല്ലാതെയാം ദേഹാദിയില്ലെന്നാകിൽ. അകൃഷ്ണസാരമബ്രഹ്മണ്യത്വദേശം നീചം സകലേശ്വരൻ തൻ്റെ കഥ ചൊല്ലാത്ത ദേശം. അശുചി പിന്നെ കൃഷ്ണസാര സംയുതേപി സദ്വിശുദ്ധ ജനഹീനം കർമായ വിപരീതം. സംസ്കൃതത്തിങ്കലറിവാലെ വാഴുന്നവനും നിഷ്കാമകർമ്മൻ ധർമ്മകർമ്മണ്യ ഗുണവാനും. കാലവസ്തുതാനിവൻ കാലവസ്തുവിൽ നിന്നു ചാലവേ എന്നി നിവൃത്തന്മാരാകയും ചെയ്തു. കർമ്മങ്ങൾ ചെയ്തു മറ്റും കർമ്മങ്ങൾ സമ്പാദിക്കാം. നിർമ്മലമതേ പറഞ്ഞിടുവൻ കേട്ടാലും നീ. വസ്തുവിൽ ശുദ്ധി കൊണ്ടും ശുദ്ധിയിൽ ദ്രവ്യം കൊണ്ടും തത്വവാക്യത്താൽ സംസ്കാരത്തിനാൽ കാലം കൊണ്ടും
മഹത്വത്താലും അല്പത്വത്താലും ശക്തിയാശക്തി സഹിത ബുദ്ധി കൊണ്ടും സമൃദ്ധി കൊണ്ടുമാത്മാ തന്നുടെ അന്യങ്ങളാൽ ശുചിത്വം വന്നിടുന്നിതെന്നതുപോലെ ദേശാവസ്ഥാനുസാരിതയാൽ തങ്ങൾ യാതൊന്നു ഭുജിക്കുന്നിതായതുകൊണ്ടും മംഗളജലഗന്ധപുഷ്പധൂപങ്ങൾ ദീപം എന്നിവ കൊണ്ടും നന്നായ അലങ്കാരങ്ങളാലും നന്ദിതം പച്ചപ്പുഴുവിഷ്ടാതി ശുദ്ധമാകിയ ഗന്ധമന്യേ നന്നായി ഹരി തന്നെ ലോകവാസികൾ ഭജിച്ചിടുന്നിതേവം പിന്നെ തന്നുടെ പ്രകൃതിയെ സ്നാനദാനാദി തപസ്സെന്നീ അവസ്ഥ വീര്യ സംസ്കാര കർമ്മത്താലേ അഭ്യാസത്തിങ്കൽ നിന്നു ലഭിക്കും മനഃശുദ്ധി അതുകൊണ്ടിട്ടും കർമ്മമാചരിക്കയും വേണം. ദ്വിജനു മന്ത്രപരിജ്ഞാനത്താൽ കർമ്മശുദ്ധി സകല കർമ്മമെങ്കൽ തന്നെയായർപ്പിപ്പതും ധർമ്മസമ്പാദ്യമിതു തന്നെയെന്നറിയേണം. ധർമ്മമതാറു വിധങ്ങളിൽ അതറിഞ്ഞാലും ഗുണജം സംഗമത്ര സകർമാവരണവും ഗുണസാമ്യത്താൽ ദോഷമില്ലെന്നതഞ്ചാമതു ഗുണനാശത്താൽ അധപ്പതനമെന്നുമിത്തം ഗുണധർമ്മങ്ങൾ വിപരീതമാമതിനാലെ ഒരിക്കൽ ഗുണമതു ദ്വേഷമായി ഭവിക്കുന്നു, ഒരിക്കൽ ഗുണമതു ദോഷമായി ഭവിക്കുന്നു. ധരിക്ക ദോഷത്തെത്താൻ ഗുണമായി വിധിക്കുന്നു. ഗുണമാകുന്നതെന്തെന്നാൽ അതു ധരിക്കേണം. ഗുണദോഷാർത്ഥഗ്രഹണത്തിൻ്റെ നിയമനം ഗുണദോഷങ്ങൾ രണ്ടും ചിന്തിക്കും നേരത്തിങ്കൽ ഗുണദോഷങ്ങൾ രണ്ടും ഭേദത്തെ കളയുന്നു. ഗുണചിന്തനജ്ഞാനാൽ ഗുണത്തെ പൂർവാപരം ഗണിച്ചിട്ടോരോ ഗുണമെടുത്തു മറ്റേതിനെ വിടർത്തും നേരം വിട്ട ഗുണവും ദോഷമായി പോം. പിടിച്ച ഗുണമതുമിങ്ങനെ മേന്മേൽ പോയി ചെല്ലുമ്പോൾ പിരിച്ചെടുത്തിടും മാനസജ്ഞാനം. നല്ല സത്വമാം ഗുണം അതിനു മേലെ നിൽക്കും. നിർഗുണബ്രഹ്മം ഗുണാതീതം അവ്യയത്തിങ്കൽ സഗുണം പോക്കി ഗുണനിർഗുണഭേദം തള്ളി നിൽക്കുമ്പോൾ ഗുണമെല്ലാം ദോഷമായി വന്നുകൂടി. ഇക്കണക്കിങ്കൽ ഗുണമെല്ലാമേ ദോഷമല്ലോ. ആകയാൽ ഗുണം വിവേചിച്ചു നോക്കുന്ന നേരം ഏകമാം ഗുണദോഷം രണ്ടില്ലെന്നറിയുമ്പോൾ ഗുണദോഷങ്ങൾ ചിന്തിച്ചതു രണ്ടിൻ്റെ ഭേദം തനിയെ അതുകളാൽ തന്നെ പോകയും ചെയ്യും. കർപ്പൂരദീപം പോലെ ഗുണചിന്തനാൽ ഗുണം ഒപ്പമായി നിർഗുണാത്മമയമായി പോയിടുന്നു. സമമാകുന്ന കർമാചരണത്തിങ്കലൊരു കർമ്മദോഷങ്ങളേതുമില്ലെന്നതറിയേണം. ഗുണങ്ങൾ തന്നാൽ ഗുണോൽപത്തിയും ഗുണോത്സംഗം ഗുണനാശത്താൽ അധപ്പതനമതും തന്നാൽ. ഏതൊന്നാലെന്നാകിലും അതതിൽ നിന്നു മേലെ ചേതസി സർവം നിവർത്തിച്ചിരിക്കേണം. താനും ഹരിതൻ പദേ നിന്നിട്ടസത്തും നിവർത്തിക്കും. പരധർമ്മം നരന്മാർക്കിതു ക്ഷേമമല്ലോ. ശോകമോഹാദി ഭയമൊക്കെ പോമതിനാലെ ശോകാദി ദോഷഗുണം ഗുണത്തെയുണ്ടാക്കുന്നു. വിഷയങ്ങളാൽ ഗുണാരോപമായി പുമാന്മാർക്കു ദോഷമാ ഗുണത്തിൽ നിന്നുദ്ഭവിക്കുന്നു സംഘം. സംഘത്തിൽ നിന്നു കാമം, കാമത്തിൽ നിന്നു കലി, കൽമഷത്തിങ്കൽ നിന്നു വൈഷമ്യമായ ക്രോധം, അതിങ്കൽ നിന്നു തമോ ഗുണവും താമസാംശം. മതിമാന്മാരാം നരന്മാർക്കും ചേതനാനാശം വരുന്നു. തമോ ഗുണാകാരമാം ജന്തുശൂന്യം വരുന്നിതതിങ്കൽ നിന്നവനു തത്വഭ്രമമായിക്കൊണ്ടു മൂർച്ഛിതനായി വിഷയാഭിനിവേശാൽ വൃതനായ ആത്മാവിനെ ചേതനാപരമായ മരപ്പാവയെപ്പോലെ ജന്മവും വ്യർത്ഥമാകും. നരന്മാർക്കീ ചൊല്ലിയ ശ്രുതിയും ശ്രേയസ്സല്ല. വാദപിത്ത ശ്ലേഷ്മങ്ങളേതിൽ നിന്നിട്ടു രോഗം ജാതമെന്നോർത്തു സൂക്ഷ്മവൈദ്യമെന്നതുപോലെ ജന്മകാമീഷു സ്വജനേഷു ദേഹപ്രാണേഷു ഭജനനായിട്ടേറ്റം സക്തനായിരിക്കുന്ന മർത്യമാനസം തനിക്കനർത്ഥഹേതുവല്ലോ.
ദേഹാദ്യങ്ങളിൽ ബുധൻ തനിക്കു കാമം കൊണ്ടു മോഹമാം തമസ്സിനെ പ്രാപിച്ചിടുന്നതില്ല. ഈ വണ്ണം കുബുദ്ധികളാകുന്നോരജ്ഞാനികൾ കേവലമറിയായിക കൊണ്ടു ചൊല്ലുന്നു താനും. അഗ്നിയിൽ പുകയ്ക്കുള്ളിൽ പെട്ടുടൻ വലയുമ്പോൾ ഭേദബുദ്ധിയാൽ ദുർധരായേറ്റഭിമാനാൽ തന്നുട ലോകം സ്വർലോകത്തെയും അറിയാതെ മന്ദരായി വിഫലമാം ശ്രുതിയും കുസുമത്തെ ഫലമെന്നോർത്തു വേദ സിദ്ധാന്തമറിയാതെ പലതുമറിഞ്ഞേനെന്നാപത്തിനായി ചൊല്ലി കാമികളായി കൃപണന്മാരായി ലുബ്ധന്മാരായി നിർമ്മല ഫലഗ്രഹണത്തെയുമറിയാതെ കുസുമങ്ങളിൽ ഫലമെന്നോർത്തു പുഷ്പം മുഖ്യമസന്ദേഹേന എന്നെ രൂപമായറിഞ്ഞിട്ടു ഹൃദി താൻ യാതൊന്നതു കൂടും മന്ത്രം പ്രണവം വദിച്ചു നീഹാരത്തിൽ ദൃഷ്ടിയെത്താതെ വണ്ണം മായയാൽ മൂടി എൻ്റെ മതമെന്തതുമുള്ളിൽ ന്യായമായറിയാതെ പൂർവമാം പരോക്ഷത്തെ മുഖ്യമെന്നോർത്തിട്ടപരശ്രുതി വിട്ടു ഭിന്നപിക്കാതെ പരോക്ഷമാം നാനാത്വശ്രുതികളെ നിശ്ചയിച്ചതിൽ വിഷയാത്മകന്മാരായിട്ടു വിശ്വാസാൽ പശുക്കളെ വെറുതെ വ്രതത്തിനാൽ ഹിംസിച്ചിടുന്നു. ഹിംസാവ്രതമേതൊന്നാകിലും ഹിംസയാ കാമം ഭവിച്ചിടുന്നിതെന്നുണ്ടെങ്കിൽ കൊന്നൊരു പശു ശേഷം പചിക്കെന്നതും പിന്നെ തിന്നേണമെന്നുമില്ല. വേണമെന്നുണ്ടെങ്കിലോ യജ്ഞത്തിൽ ഹിംസ ചെയ്യുക ഹോമിക്ക ഭുജിക്കെന്നതജ്ഞാനം ഹോമത്തിനു ചുറ്റുമിതല്ലയല്ലോ. മുന്നേ താൻ വേദധ്വനി കേട്ടിട്ടു ബുദ്ധി കൊണ്ടു നന്നായി കർമ്മങ്ങളിൽ തൽഭോഗസുഖേച്ഛയാ ഹിംസയാ കളിപ്പാനായാധീന്യലാഭത്തിനും പശുക്കൾ തന്നെ ഹതം ചെയ്തിട്ടു യജിക്കുന്നു. പശുക്കൾ പോലെ വാഴും ഖലന്മാരായ ജനം പശുപ്രാണികൾ തമ്മിൽ തിന്നല്ലോ വാഴ്വോ ന്യായം. ദേവതായ ജനമിതെങ്കിലോ ഇതുകൊണ്ടു കേവലം പിതൃഭൂതപതിയെ യജിക്കയും വേണമോ. ദേവയജ്ഞാൽ ഖലന്മാർ യജിച്ചിഹ കാണുന്നു പിതൃഭൂതപതിയെ മറ്റും വാർത്താൽ. സ്വപ്നതുല്യമാം സ്വർഗം ശ്രവണപ്രിയലോകം വിഘ്നമാമിതു മനസ്സിങ്കലെ സങ്കൽപ്പിച്ചു. രാജസസത്വതമോനിഷ്ഠന്മാരായിരിക്കും അജവാസഭർ മുമ്പാം ദേവകളവർ തന്നെ. രാജസസത്വതമോ ബുദ്ധികളായിട്ടിത്തം യജിച്ചും ഉപാസിച്ചും സ്വർഗം പുക്കവിടുന്നും പതിച്ചു പുണ്യശേഷാലിവിട മഹാകുലേ ജനിച്ചു മഹാശാലരായിടും പുനഃപുനരേവം പുഷ്പിതം പൂർവവേദവാക്യങ്ങൾ കൊണ്ടും. അവനി തന്നിൽ നൃക്കൾ തന്നുട ഹൃച്ചഞ്ചലാൽ ബദ്ധരായി സംസാരത്തിൽ മഗ്നരായി അതിലതിബുദ്ധിഹീനരായി പരവിഷയങ്ങളിൽ നോക്കി നിൽക്കുന്ന ജനങ്ങളിൽ പരമാർത്ഥകമായി നിൽക്കുന്നോരെൻ്റെ പരമാർത്ഥമാം വാക്കും യജ്ഞം ഇവർക്കു ശോഭിക്കുന്നതില്ലതുമേറ്റം ഗൂഢം. ഇവർക്കു ദൃശ്യമല്ലാതോർക്കുകിൽ പ്രത്യക്ഷമാം ബ്രഹ്മാത്മവിഷയങ്ങളാകിയ വേദങ്ങളും കർമ്മകാണ്ഡവും ഉപാസനകാണ്ഡവും പിന്നെ ജ്ഞാനകാണ്ഡവുമിത്തം മൂന്നു കാണ്ഡമായിക്കൊണ്ടു മുന്നേ താൻ പരോക്ഷവാക്യങ്ങളാം വേദങ്ങളെ ഋഷികൾ പരോക്ഷകാര്യങ്ങളാം ഇവയെന്നു വിഷമമെന്നെ വിഷമിച്ചിട്ടുമറിയുന്നു. ജന്മം വന്നതു കർമ്മഭോഗങ്ങൾ പോരായികയാൽ ജന്മത്താൽ കർമ്മമോഹം വർദ്ധിച്ചു പെരുകുന്നു. ജന്മകർമ്മങ്ങൾ തൃപ്തി വന്നിടാത്തതെന്തെന്നാൽ തന്നുട യജ്ഞാനത്താൽ എന്നതേ പറയേണ്ടു. ജന്മകർമ്മങ്ങൾ തൃപ്തി വന്നിടാത്തതെന്തെന്നാൽ തന്നുട അജ്ഞാനത്താൽ എന്നതേ പറയേണ്ടു. ആയതുകൊണ്ടു കർമ്മഭോഗങ്ങൾ നിലപ്പിച്ചു ചേതസി ജ്ഞാനം വരുത്തിയിടുവാനായിക്കൊണ്ടു ചെയ്തതു പരോക്ഷമാം കർമ്മകാണ്ഡത്തെ മുമ്പിൽ കൈതവമെന്നേ വർണ്ണം തിരിച്ചു നിർത്തി വീണ്ടും ഭോഗങ്ങൾ ഭുജിപ്പിനെന്നാകിലും നിലയ്ക്കാകാൽ ഭോഗങ്ങൾ ഇന്ന ജാതിക്കിന്നതേ ചെയ്യാവിതു
എന്നു കൽപ്പിച്ചു മദ്യമാംസങ്ങൾ യജ്ഞത്താലും നന്ദനലാഭത്തിനു സ്ത്രീസംഘം വേളി ചെയ്തു. ഇഷ്ടിയോടാനന്ദമായിരുന്നു കൊൾവിൻ, പിന്നെ ഇഷ്ടിശേഷത്തെ ഭുജിക്കുന്നതു യോഗ്യമല്ല. ഘ്രാണിച്ചും ഹോമിച്ചിട്ടും കളവിൻ മറ്റു വേണ്ട. പ്രാണവല്ലഭ തന്നെ പുത്രങ്കലാക്കിയിടുവിൻ. വേഗേന തപസ്സിനു വനത്തിൽ പോവിനെന്നും ഭോഗത്തെ കുറച്ചുപാസനയെ കൽപ്പിച്ചിതു. ബ്രഹ്മമൊന്നുണ്ടു ചിത്തമടക്കി നോക്കിക്കൊൾവിൻ. നിർമ്മലമെന്നതിനാൽ ഏകാഗ്രമാക്കി. അതിലും ബഹുവിധമുണ്ടല്ലോ വൈരാഗ്യങ്ങളതിലും സ്വർഗാദി ഭേദങ്ങളുണ്ടെന്നത് ചൊല്ലി മതിയിൽ കർമ്മശക്തി ഭോഗശക്തിയും നേർപ്പിച്ചതിനാൽ ബ്രഹ്മം കാണാതിരിക്കും നേരത്തിങ്കൽ. ദണ്ഡപാത്രങ്ങൾ യജ്ഞമഗ്നി യജ്ഞോപവീതം ദണ്ഡമിന്നിയേ ശിഖ മുതലായി സർവത്തെയും ത്യജിപ്പിൻ സന്യാസത്തെ കൈക്കൊള്ളുവാനെന്നും ചൊല്ലും. ത്യജിപ്പിൻ സന്യാസത്തെ കൈക്കൊള്ളുവിനെന്നും ചൊല്ലി യജനം വിട്ടു സന്യാസത്തിങ്കലാക്കി വച്ചു. പിന്നെയും ബ്രഹ്മം കാണാഞ്ഞന്ധരായിരിക്കുമ്പോൾ മൂന്നാമതായി ജ്ഞാനകാണ്ഡത്തെ കാട്ടിയതിൽ തന്നെ തന്നാല എണ്ണി സാക്ഷിയും സർവസാക്ഷി. തന്നെ തന്നാലെ എണ്ണി സാക്ഷിയും സർവസാക്ഷി തന്നെയും തത്വപദാൽ ജഗത്തിനനിത്യവും നന്നായിട്ടാ കാര്യകാരണവും കാട്ടി. മായ തന്നെയുമറിഞ്ഞിട്ടു സർവവും താനായി കണ്ടു. എന്നപ്പോൾ ഭേദം ചൊല്ലും പൂർവകാണ്ഡങ്ങൾ രണ്ടും ഭിന്നമായി പരോക്ഷമായി ദുർബലമായി പോകും. അന്നേരം പരോക്ഷമജ്ഞാനവും വന്നു. ബ്രഹ്മമൊന്നേ സർവവും ശോഭിച്ചിടുന്നതെന്നു കാണും. ഇങ്ങനെ പരോക്ഷാപരോക്ഷങ്ങളാലേ ബ്രഹ്മം സന്മയം തെളിഞ്ഞദ്വൈതാനന്ദം വരുത്തുന്നു. മൃദ്ഘട ശബ്ദം പോലെ വ്യോമനിമേഘം പോലെ ദുർഘടമായ ഭേദം തോന്നുന്നു ബ്രഹ്മത്തിങ്കൽ. ബ്രഹ്മമാം തങ്കൽ തോന്നിയഴിയും മായാശബ്ദം നിർമ്മലം തന്മനസ്സിൽ തോന്നുന്നു നിലവിങ്കൽ. മായ തന്നഴിവെന്നും ഉദ്ഭവസ്ഥാനമെന്നും മായമെന്നിയെ ബ്രഹ്മമൊന്നെന്നു നിൽക്കൊണ്ടും കേവലം ഭാവസ്വയം തന്നാലെ നോക്കിക്കണ്ടും കേവലം താനിന്നവണ്ണമെന്നില്ലെന്നറിഞ്ഞു കാര്യകാരണ ജ്ഞാനാജ്ഞാന ദ്വന്ദ്ങ്ങൾ പോക്കി സ്വൈരമായി വാണു പിന്നെ ചെയ്വതും ചെയ്യാത്തതും. സമസ്തം ബ്രഹ്മകർമ്മം ബ്രഹ്മോപാസനം ബ്രഹ്മം സമസ്തയജ്ഞം ബ്രഹ്മയജ്ഞമാണെന്നറിഞ്ഞു. സമസ്ത കർമ്മകാണ്ഡവിധികൾ വർണ്ണാശ്രമ സമസ്താചാരം ഉപാസന ഭേദങ്ങളെല്ലാം പുഷ്പമാം ഫലമല്ല നിത്യമല്ലവയൊന്നും പുഷ്പം പോം ഫലം വളർന്നിടുമ്പോൾ എന്നു നൂനം ആയതുകൊണ്ടു കർമ്മോപാസനാഭേദകാണ്ഡം കൈതവമധികാരി ഭേദത്താൽ ഇവയെല്ലാം. അതിനാൽ പൂർവകാണ്ഡം രണ്ടും സംസാരബന്ധം, അതിനാൽ ഫലശ്രുതിയല്ലവ എന്നു കണ്ടു. ഇതിൻ്റെ സാരാർത്ഥമാം ജ്ഞാനകാണ്ഡത്തിൽ നിന്നിട്ടതിനെ തള്ളി സത്യമല്ലെന്നു നിശ്ചയിച്ചു. ജ്ഞാനകാണ്ഡവും അതുപോലെ താൻ അറിഞ്ഞിട്ടു താനൊന്നിൽ ബന്ധിയാതെ ചെയ്യും കർമ്മങ്ങളെല്ലാം ബ്രഹ്മാകാരമാം അതുകൊണ്ടുടൻ മേന്മേൽ സർവം ബ്രഹ്മജ്ഞാനവും വരും സർവവും ഫലമാകും. ബ്രഹ്മവിത്തുക്കളുടെ കർമ്മങ്ങൾ ലോകത്തിങ്കൽ ബ്രഹ്മജ്ഞാനദമായും മറ്റുപകാരമായും വരുമെന്നല്ലോ സർവവേദാർത്ഥസാരമോർത്താൽ. പരമുപദേശമിതില്ല ഇതിന്മീതെയൊന്നും വരുമെന്നല്ലോ സർവവേദാർത്ഥസാരമോർത്താൽ. പരമുപദേശമില്ലിതിന്മീതെയൊന്നും പരിശുദ്ധരാം ഋഷിവർഗങ്ങൾ നിശ്ചയിച്ചു. പരമാർത്ഥജ്ഞാനത്താൽ തള്ളുന്നു പരോക്ഷത്തെ. നിർമ്മലജ്ഞാനകാണ്ഡ മഹിമയറിയാതെ നിർമ്മലജ്ഞാനബുദ്ധിയില്ലാതെ പൂർവശ്രുതി തന്നെയും പ്രമാണിച്ചു കർമ്മോപാസനങ്ങളിൽ മന്ദിച്ചു നിൽക്കൊണ്ടുമെന്നുട പരമാർത്ഥം ഇന്ന വണ്ണമെന്നറിയാതെ കണ്ടന്യശ്രുത്യ
എന്നുട ഭജനത്താൽ ഭക്തിജ്ഞാനയോഗവും വന്നിടുമപ്പോൾ സർവം ഞാനായിട്ടറിഞ്ഞിടും. എനിക്കും പ്രിയമതേ ശബ്ദബ്രഹ്മം ദുർബോധം. ഇന്ദ്രിയ പ്രാണമനോമയമായി പരോക്ഷമായി അനന്തപാരമായി ഗംഭീരമായിട്ടേറ്റം പ്രയത്ന ദുഃഖത്താലെ ഗ്രഹിപ്പാൻ യോഗ്യമായി സമുദ്രം പോലെ അഗാധവുമായി മായായുധ സമത്വമായിരിക്കും ബ്രഹ്മത്തിൻ അനന്തമാം ശക്തി കൊണ്ടല്ലോ ഭൂതസഞ്ചയങ്ങളിൽ ശബ്ദം വ്യക്തമാം രൂപത്തോടും അൺവണ്ണം നിൽപ്പതു കേളും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.